ആഘാതം എന്ന് പറഞ്ഞ ഒരു ആക്സിഡന്റ് എന്നാണ്. ഒരു അക്യൂട്ട് ഓൺസെറ്റ് ആയിട്ടുള്ള ഒരു ഇവന്റിനെയാണ് ഹൃദയാഘാതം എന്ന് പറഞ്ഞത്. കാരണം ഒരു അബ്രപ്റ്റ് ആയിട്ട് ബ്ലഡ് സപ്ലൈ കട്ടാവും. അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അക്യൂട്ട് കൊറോണറി സിൻഡ്രോംസ് എന്നാണ് ഞങ്ങൾ അത് കോമൺ ആയിട്ട് ടേം ചെയ്യുന്നത്. അതിനകത്ത് മൂന്ന് കണ്ടീഷൻസ് വരുന്നുണ്ട്. ഒന്നൊരു അക്യൂട്ട് എം ഐ, ഒരു നോൺ എസ് ടി എലിവേഷൻ എം ഐ ആൻഡ് അൺസ്റ്റേബിൾ അഞ്ചൈന. ഈ മൂന്ന് കണ്ടീഷനും ഞങ്ങൾ ഒരു അക്യൂട്ട് കൊറോണറി സിൻഡ്രോം എന്ന് പറയും, അല്ലെങ്കിൽ ഒരു ഹൃദയാഘാതം എന്ന രീതിയിലാണ് പ്രസന്റേഷൻ വരുന്നത്. അതായത് ഇപ്പോ ബ്രെയിനിന് വരുന്നത് സ്ട്രോക്ക് എന്ന് പറയും, മസ്തിഷ്കാഘാതം. കൊറോണറി ആർട്ടീരീസ് അക്യൂട്ട് കൊറോണറി സിൻഡ്രോം ആണ് ഹൃദയാഘാതം എന്ന് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. പുരുഷന്മാർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പുരുഷന്മാർക്ക് യൂഷ്വലി ഡയബറ്റിക് ആണെങ്കിൽ ഡയബറ്റിക് ന്യൂറോപ്പതി കൊണ്ട് ചെസ്റ്റ് പെയിൻ അറിയില്ല, അവർക്ക് അതർ സിംറ്റംസ് ആയിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. അല്ലാത്ത പേഷ്യൻസിനെല്ലാം ചെസ്റ്റ് പെയിൻ അല്ലെങ്കിൽ ചെസ്റ്റ് ഡിസ്കംഫർട്ട് അല്ലെങ്കിൽ സംതിങ് പ്രിവെന്റ് ഹിം ഫ്രം ഡൂയിങ് ഹിസ് വർക്ക്, ഒരു ഒരു ടൈറ്റ് ഫീലിംഗ്. യൂഷ്വലി ആളുകൾ പറയും ഇത് ഗ്യാസ് കെട്ടിയതാണെന്നൊരു ഫീൽ എന്ന് പറയും. അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. എലോങ് വിത്ത് സിവിയർ ചെസ്റ്റ് പെയിൻ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ടാക്കിക്കാർഡിയ, സ്വെറ്റിങ്, ഇൻവോൾട്ടറി യൂറിനേഷൻ, ഡെഫിക്കേഷൻ എന്നെല്ലാം പറഞ്ഞ് നമുക്ക് കുറെ സിംറ്റംസ്, അഡീഷണൽ സിംറ്റംസ് കാണാം. ചിലപ്പോൾ ബി പി ഫോൾ കാണാം, ചിലപ്പോൾ സിങ്കോപ്പായിട്ട് പ്രസന്റ് ചെയ്യാം. സ്ത്രീകളിലാണെങ്കിൽ യൂഷ്വലി ഒരു ഫെറ്റീഗ് അല്ലെങ്കിൽ ഒരു എറ്റിപ്പിക്കൽ ചെസ്റ്റ് പെയിൻ, അബ്ഡോമൽ പെയിൻ എന്നൊക്കെ പറഞ്ഞായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മളത് കൂടുതൽ കോഷ്യസ് ആയിരിക്കണം സ്ത്രീകളുടെ കാര്യങ്ങളിൽ. മെയിൽ ഫീമെയിൽ ഹോർമോൺസിന് തന്നെ ബോഡിയിൽ തന്നെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. പിന്നെ അപ് ടു പോസ്റ്റ് മെനോപോസ് കൊറോണറി ആർട്ടറി ഡിസീസ് സ്ത്രീകൾക്ക് ഭയങ്കര കുറവായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ടുള്ളതെല്ലാം ഒരു കോമൺ ഫാക്ടറായിട്ടാണ്, കോമൺ പ്രോഗ്രഷനാണ് നടക്കുന്നത്. പക്ഷെ ബ്ലഡ് വെസൽസ് ചെറുതായതുകൊണ്ട്, സൈസ് ചെറുതായതുകൊണ്ട് ഫീമെയിൽസിന് അത് കൂടുതൽ അഗ്രസീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യും. ബട്ട് യൂഷ്വലി ദേ വിൽ പ്രസന്റ് ആസ് കാർഡിയക് ഫെയിലിയർ ആൻഡ് എൻസ്റ്റമി. എം ഐ ആയിട്ട് പ്രസന്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നോൺ എസ് എലിവേഷൻ എം ഐ ആയിട്ടായിരിക്കും പെണ്ണുങ്ങൾക്ക് കൂടുതൽ പ്രസന്റേഷൻ കാണുന്നത്, വിത്ത് മൈൽഡ് എൽ വി ഡിസ്ഫങ്ഷൻ ഒക്കെ ആയിട്ട്. അപ്പോൾ അവർക്ക് ബ്രെത്ത്ലെസ്നെസ് ഒക്കെ ആയിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. വൾണറബിൾ കാറ്റഗറി എന്ന് പറഞ്ഞത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ജനറ്റിക് പ്രീഡിസ്പോഷൻ ഉണ്ടെങ്കിൽ ദേ ആർ വൾണറബിൾ കാറ്റഗറിയാണ്. പിന്നെ സെഡൻഡറി ലൈഫ് നയിക്കുന്നവർ, ദേ ആർ അവർ വൾണറബിൾ കാറ്റഗറിയാണ്. മൂന്നാമത്തെന്ന് വെച്ചാൽ സ്മോക്കിംഗ്, അഡിക്ഷൻസ്, അങ്ങനെയുള്ളവരെല്ലാം വൾണറബിൾ കാറ്റഗറിയാണ്. പിന്നെ ഐ വി ഡ്രഗ് അബ്യൂസേഴ്സ്, ഇതെല്ലാം ഹൈ റിസ്ക് കാറ്റഗറിയിലാണ് പെടുന്നത്. പിന്നെ വളരെ സ്ട്രെസ്ഫുൾ ലൈഫ് നയിക്കുന്നവർ, ഭയങ്കര ഹൈ സ്ട്രെസ് നയിക്കുന്ന, പിന്നെ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഡിസ്ലൈപ്പിഡീമിയ, ഇതെല്ലാം ഉള്ളവരും വൾണറബിൾ ഹൈ റിസ്ക് പേഷ്യൻസ് ആണ്. അതായത് ഹൃദയാഘാതം വന്നു, ഒരു ചെസ്റ്റ് പെയിൻ ഉണ്ടെങ്കിൽ നമ്മൾ വെദർ ഇറ്റ് ഈസ് എ ടിപ്പിക്കൽ ചെസ്റ്റ് പെയിൻ ഓർ എറ്റിപ്പിക്കൽ ചെസ്റ്റ് പെയിൻ, വെദർ ഇസ് എ കൊറോണറി ആർട്ടറി ഡിസീസ് ഓർ നോട്ട്, യു ഷുഡ് ഗോ ടു ദ ഹോസ്പിറ്റൽ. അതാണ് ഡിഗ്രി. നമ്മൾ ഒരിക്കലും എല്ലാ നെഞ്ചുവേദനയും ഹൃദയാഘാതമല്ല, പക്ഷേ അതല്ലാന്ന് നമ്മൾ ഉറപ്പിച്ചു വെക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് ഏത് നെഞ്ചുവേദന വന്നാലും നമ്മൾ ആശുപത്രിയിൽ പോയി ഒരു ഡോക്ടറെ കാണേണ്ട, ബേസിക് ആയിട്ട് ഒരു ഹെൽത്ത് സെന്ററിലെങ്കിലും പോയി നമ്മൾ ഒരു ഡോക്ടറെ സഹായം തേടേണ്ടത് അത്യാവശ്യമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇപ്പോൾ ഒരു പേഷ്യന്റ് ചെസ്റ്റ് പെയിൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അവരുടെ വൈറ്റൽസ് എല്ലാം നോക്കും. വൈറ്റൽസ് എന്ന് പറഞ്ഞാൽ ബി പി, പൾസ് നോക്കും, ഓസ്കട്ടേറ്റ്, ഹാർട്ടും കാര്യങ്ങളും എല്ലാം നമ്മൾ നോക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ഷോർട്ട് ഹിസ്റ്ററി എടുക്കും. ഷോർട്ട് ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് തന്നെ വിത്തിൻ 10 മിനിറ്റ്സ് നമ്മൾ ഒരു ECG എടുക്കും. ECG എടുത്ത് ECGയിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ സെന്റർ ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന സെന്റർ ആണെങ്കിൽ വി വിൽ ടേക്ക് ഫോർ പ്രൈമർ ആൻജിയോഗ്രാം ആൻഡ് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി. പക്ഷേ ഇത് തമ്മിലുള്ള ഒരു ഡ്യൂറേഷൻ ഒരു മണിക്കൂറിനകത്ത് മിനിമം ഒരു 90 മിനിറ്റ്സ് എങ്കിലും സമയമെടുക്കും ഈ ആളെ മറ്റൊരു ആശുപത്രിയിൽ എത്തിക്കാൻ. ഇതിന് സാഹചര്യമുള്ള മറ്റൊരു ആശുപത്രിയിൽ എത്തിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ വെച്ച് തന്നെ ഇത് രക്തം അലിയിക്കാനുള്ള, ഈ ക്ലോട്ട് അലിയിക്കാനുള്ള മരുന്നുകൾ കൊടുക്കും. എന്നിട്ട് സ്റ്റെബിലൈസ് ചെയ്തിട്ട് പിന്നെ എലക്ടീവ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യും. എലക്ടീവ് എന്ന് പറഞ്ഞാൽ റെസ്ക്യൂ എന്ന് പറയും. അതായത് ആദ്യം ആളെ രക്ഷപ്പെടുത്തി പിന്നെ അത് കഴിഞ്ഞിട്ട് റെസ്ക്യൂ ആൻജിയോപ്ലാസ്റ്റി ചെയ്യും.
ഹൃദയാഘാതം സാധാരണമായി അസുഖമായിരിക്കുന്ന വെച്ചാൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. ഒന്ന് ജനറ്റിക് ഫാക്ടേഴ്സ് അൺഅവോയ്ഡബിൾ ഫാക്ടറാണ്. പിന്നെ സ്ട്രെസ് ഉണ്ട്, സ്മോക്കിംഗ് ഉണ്ട്, പിന്നെ നമ്മുടെ സെഡൻഡറി ലൈഫ് ഉണ്ട്, നമ്മുടെ ഡിപ്രൈവ്ഡ് സ്ലീപ്പ് ഉണ്ട്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്സ്, ഫാമിലിയിലെ സ്ട്രെസ്, ഇതെല്ലാം കോമൺ ആയിട്ട് വരുമ്പോൾ ഉള്ളൊരു സിമ്പതറ്റിക് ഓ ഡ്രൈവ് ഫുൾ ടൈം നിൽക്കും. അങ്ങനെ വരുമ്പോഴാണ് കൊറോണറി ആർട്ടറി ഡിസീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഹൃദയാഘാതത്തെ അതിജീവിക്കുക എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? വന്നിട്ട് രക്ഷപ്പെടാൻ പറ്റുമോന്നോ? വരാതിരിക്കാനായിട്ട് നമ്മൾ മുൻകൂട്ടിയുള്ള നമ്മുടെ ഡയറ്റും എക്സസൈസും കാര്യങ്ങളും എല്ലാം കൊണ്ട് നമുക്ക് ഒരു പരിധിവരെ ഇതിനെ പ്രൊലോങ് ചെയ്യാൻ പറ്റും. അതായത് 50 വയസ്സ് വരേണ്ട കാര്യം 70 വയസ്സാക്കാൻ പറ്റും, 70 വയസ്സിലോട്ട് ആക്കാൻ പറ്റും. പിന്നെ ഡയബറ്റിക് ആണെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഡയബറ്റിക് കൺട്രോളും, നല്ല ഡയബറ്റിക് കൺട്രോളും നല്ല രീതിയിൽ ലൈഫ് സ്റ്റൈലും ആണെങ്കിൽ കുറെ എല്ലാം വ്യത്യാസം വരും. വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 100% ഗ്യാരണ്ടി ഒരിക്കലും കൊടുക്കാൻ പാടില്ല. കാരണം വെച്ചാൽ ഇനീഷ്യൽ ടൈമിൽ അരിത്മിയ വരാൻ, നെഞ്ചിന്റെ ഇടുപ്പിന് വ്യത്യാസം വരാനുള്ള ചാൻസ് കൂടുതലുണ്ട് ഒരു ഫസ്റ്റ് 2 hours. അത് കഴിഞ്ഞ് ആശുപത്രി വന്ന് നമ്മളിപ്പോ ഒരു പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എല്ലാം ചെയ്ത് കഴിഞ്ഞ് കിട്ടുകയാണെങ്കിൽ ഹി വിൽ സർവൈവ്. പിന്നെ ചാൻസസ് ഒരു 0.1% ആയിട്ട് കുറയും. തീർച്ചയായും സാധാരണ ജീവിതം നയിക്കാൻ കഴിയും. കാരണം 2 കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഹാർട്ട് അറ്റാക്ക് വിത്ത് എൽ വി ഡിസ്ഫങ്ഷൻ ഉണ്ട്, വിത്തൗട്ട് എൽ വി ഡിസ്ഫങ്ഷൻ ഉണ്ട്. വിത്തൗട്ട് എൽ വി ഡിസ്ഫങ്ഷൻ ആണ് വരണമെങ്കിൽ നമ്മൾ നോർമൽ, അത് രക്തം നമ്മൾ രണ്ടാമത് ഈ ആൻജിയോപ്ലാസ്റ്റി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നോർമലായിട്ട് തന്നെയുള്ള ലൈഫ് നമുക്ക് നയിക്കാൻ കഴിയും. വിത്ത് എൽ വി ഡിസ്ഫങ്ഷൻ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചെറിയ ഹാർട്ടിന്റെ ആ പമ്പിങ്ങിന്റെ എഫക്റ്റീവ്നെസ് അനുസരിച്ചും അതിന്റെ റിക്കവറി അനുസരിച്ചും നമുക്ക് ചിലപ്പോൾ ചിലർക്ക് ചെറിയ സിംറ്റംസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും മരുന്നുകൾ നല്ല രീതിയിൽ കഴിച്ചാൽ ഒരു 70 to 80% നല്ല റിക്കവറിയാണ് കാണാം. യൂഷ്വലി ഈ ഹൃദയാഘാതമൊന്നും ഹാർട്ട് അറ്റാക്ക് ഒന്നും എല്ലാം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജീവിതം പോയി എന്നൊരവസ്ഥയിലാണ് പലരും വരുന്നത്. അങ്ങനെ ഒരു അവസ്ഥ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട. കാരണം വെച്ചാൽ നമുക്ക് നോർമൽ ആയിട്ടുള്ള ലൈഫ് തന്നെ നയിക്കാം, പ്രൊവൈഡഡ് നമ്മുടെ ഭാഗത്തുനിന്നുള്ള ഒരു കെയർ മാത്രം മതി. ഒന്ന് റെഗുലർ മെഡിക്കേഷൻ, രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഡയറ്റ് ആൻഡ് എക്സസൈസ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ നമ്മൾക്കൊരു മറ്റുള്ളവരെക്കാളും നന്നായിട്ടൊരു നോർമൽ ലൈഫ് നയിക്കാൻ പറ്റും. പ്രീവിയസ്ലി പുള്ളിക്കാരൻ എങ്ങനെ ജീവിച്ചിരുന്ന അതിനേക്കാളും ഒരുപടി നന്നായിട്ട് ജീവിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. അതായത് ഇതിന്റെ കുറെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് ഹൃദയാഘാതം. ഒന്ന്, ഇപ്പൊ നമുക്ക് വരാവുന്ന റിസ്ക് അവോയ്ഡ് ചെയ്യാവുന്ന ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോള്, ഇത് മൂന്നും നമുക്ക്, പിന്നെ സ്മോക്കിങ്, ഡ്രഗ് അബ്യൂസ്, ഈ 5 കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഹെൽത്തി ഡയറ്റ് കഴിക്കുക, അത് ഒരു മെയിൻ ആയിട്ടുള്ള ഫാക്ടേഴ്സ്. പിന്നെ സ്മോക്കിങ്, അങ്ങനത്തെ ദുശീലങ്ങളോ ഡ്രഗ് അബ്യൂസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് അവോയ്ഡ് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് ലൈഫിൽ നിന്ന് മാറ്റുക. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഡെയിലി എക്സസൈസ്. ഞാൻ പറഞ്ഞ മാതിരി ഒരു 20 മിനിറ്റ്സ് ഒരു ബ്രിസ്ക് ആക്കി, അത് ആഴ്ചയിൽ 5 times. പിന്നെ ഡയബറ്റിക് ആണെങ്കിൽ ഡയബറ്റിക് നന്നായിട്ട് കൺട്രോൾ ചെയ്യുക. കൺട്രോൾ ചെയ്യില്ലെന്ന് വെച്ചാൽ നമ്മൾ വളരെ ആക്യുറേറ്റ് ആയിട്ട് അത് കൺട്രോൾ ചെയ്യണം. പിന്നെ ബി പി ഉണ്ടെങ്കിൽ ബി പി കൺട്രോൾ ചെയ്യുക. ബി പി ഷുഡ് ബി കെപ്റ്റ് ബിലോ 130/80. അത് ആ ഒരു ടാർഗറ്റ് വെച്ചിട്ട് പോവുക. പിന്നെ നമ്മുടെ റുട്ടീനായിട്ടുള്ള ലൈഫ്, നല്ല സ്ലീപ്പ്, സ്ട്രെസ് അവോയ്ഡ് ചെയ്യുക. ബാക്കിയെല്ലാം ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും. പിന്നെ ജനറ്റിക് ഫാക്ടേഴ്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസല്ല. നമുക്കൊരു നമ്മുടെ ലൈഫ് സ്റ്റൈലെ മോഡിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഒരിക്കലും ജനറ്റിക് ഫാക്ടേഴ്സ് നമുക്ക് മോഡിഫൈ ഉള്ളതല്ല. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങൾ തന്നെ പോയാലും പിന്നെ ഡ്രഗ്സ്, നമ്മുടെ നല്ല ഡ്രഗ്സും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ കൊറോണറി ആർട്ടറി ഡിസീസ് വരല് അവോയ്ഡ് ചെയ്യാം.